സങ്കീർത്തനം 40:17 ഇങ്ങനെ പറയുന്നു, ഞാൻ പാവപ്പെട്ടവനും ദരിദ്രനുമാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. ഒന്ന് പറഞ്ഞ കർമ്മത്തെ പിടിച്ച്, കർത്താവേ, ഒച്ചത്തിൽ പറ, കർത്താവേ, ഞാൻ പാവപ്പെട്ടവനും ദരിദ്രനുമാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. പറഞ്ഞ, കർത്താവിന് എന്നെപ്പറ്റി, എൻ്റെ കുടുംബത്തെപ്പറ്റി കരുതലുണ്ട്. കർത്താവിന് എൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ കരുതലുണ്ട്. എൻ്റെ ജീവിതത്തിൽ, ജോലികളിൽ, ബിസിനസ്സിൽ കർത്താവിന് കരുതലുണ്ട്. കർത്താവിന് എന്നെപ്പറ്റി, എൻ്റെ കുടുംബത്തെപ്പറ്റി, മക്കളെപ്പറ്റി, തലമുറയെപ്പറ്റി കരുതലുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് കർത്താവിന് കരുതലുണ്ട്. ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞ, കർത്താവിന് എന്നെക്കുറിച്ച് കരുതലുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളിനോട് സന്തോഷത്തോടെ പറയണം, കർത്താവിന് നിന്നെപ്പറ്റിയും നിൻ്റെ കുടുംബത്തെപ്പറ്റി കരുതലുണ്ട്. ഒന്ന് ചിരിച്ച് ആ കൈ പിടിച്ചോണ്ട് പറഞ്ഞേ, കർത്താവിന് നിന്നെപ്പറ്റിയും നിൻ്റെ കുടുംബത്തെപ്പറ്റിയും കരുതലുണ്ട്. അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് പറഞ്ഞേ, ഹല്ലേലൂയ. കരുതലുണ്ടോ? ഉറപ്പായിട്ടും കരുതലുണ്ട്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ജീവിതത്തിൽ, എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. രോഗങ്ങൾ, കടബാധ്യതകൾ, ദുരിതങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, അങ്ങനെ പലതും സംഭവിക്കാറുണ്ട് ജീവിതത്തിൽ. അത് കൈപ്പേറിയ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ് ധാരാളം മക്കൾ. ഈ ആഴ്ചയിൽ ഇന്നലെ വരെ ഇവിടെ എറണാകുളത്ത് നമ്മുടെ ഒരു ധ്യാനമായിരുന്നു. ധാരാളം പേര് പങ്കെടുത്തു. ഒത്തിരി അനുഗ്രഹമായിരുന്നു. ആ ധ്യാനത്തിന് മിനിയാന്ന് വൈകിട്ട് ആരാധനയുടെ സമയത്ത് കർത്താവ് എനിക്കൊരു മെസ്സേജ് നൽകി. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർ, അതായത് ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇവിടെയുണ്ട്. ഇന്നത്തെ ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് അവരെന്നെ കാണണം, എന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. മറ്റ് ഹീലിങ്ങിൻ്റെ സാക്ഷ്യങ്ങളും മറ്റ് എല്ലാം ഞാൻ പങ്കുവെച്ചു. ആളുകളൊക്കെ സാക്ഷ്യപ്പെടുത്തി. ധ്യാനം കഴിഞ്ഞ് എല്ലാവരും മടങ്ങി. 5 വ്യക്തികൾ എന്നെ കാണാൻ വന്നു. 5 പേര് കാണാൻ വന്നു. 5 പേര് ആത്മഹത്യക്ക് തയ്യാറായിട്ട് നിൽക്കുക, മരിക്കാൻ. ഒരു വ്യക്തി പറയുകയാണ്, അദ്ദേഹത്തിന് ഭാര്യയും മക്കളുമൊക്കെ വിട്ടിട്ട് പോയിട്ട് വർഷങ്ങളായി. നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒറ്റയ്ക്കായി. കുടുംബ വീട് സഹോദരൻ കയ്യേറി. ഇവള് ഒരു വഴിയില്ല, വിദ്യാഭ്യാസം പക്ഷേ ജോലിയില്ല, എല്ലാം ജീവിതത്തിന് നഷ്ടപ്പെട്ടു, എല്ലാം തകർന്നു പോയി. അദ്ദേഹം പറയുകയാണ്, ബ്രദറെ, ഇങ്ങനെ ഈ ധ്യാനത്തെക്കുറിച്ച് അറിഞ്ഞു, ഞാൻ വന്നിട്ട് വചനം ഞാൻ കേട്ടു, പക്ഷേ എൻ്റെ മുന്നിൽ വഴിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് മിനിയാന്ന് അദ്ദേഹം പറയുകയാണ്, ഈ ധ്യാനം കഴിഞ്ഞാൽ ഉടൻ ഞാൻ ആത്മഹത്യക്ക് തയ്യാറാണ്. അതിനുവേണ്ടി അങ്ങോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നലെ ആ മനുഷ്യൻ ധ്യാനം കഴിഞ്ഞിട്ട്, ഇന്നലെ ലാസ്റ്റ് ദിവസം മിനിയാന്ന് മെസ്സേജ് ധ്യാനം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, ഇനി എൻ്റെ ജീവിതം 48 മണിക്കൂർ കൂടിയേ ഉള്ളൂ, ഞാൻ ജീവിതം അവസാനിപ്പിക്കും. 48 മണിക്കൂർ കൂടി എൻ്റെ ജീവിതമുള്ളൂ, എൻ്റെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല, ഞാൻ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ചിന്തിക്കരുത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, വിടുതലിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. മുന്നിൽ ഒരു മാർഗമില്ലാത്തൊരു മനുഷ്യനാണ്. അവസാനം സംസാരിച്ചു. ഇന്നലെ ആ മനുഷ്യൻ എന്ന് പറയാ, എനിക്കിനി ജീവിതം 48 മണിക്കൂറേ ഉള്ളൂ, ഞാൻ ജീവിതം അവസാനിപ്പിക്കുന്നു. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. 2 മക്കളുണ്ട്, ഭാര്യയും മക്കളെയുമായിട്ട് പോയി. ഇതൊക്കെ നല്ലൊരു മനുഷ്യനാണ്. കുടുംബ ജീവിതത്തിലെ ചില കൈപ്പേറിയ അനുഭവങ്ങളിൽ ജീവിതം മടുത്ത ചില വ്യക്തികളാണ്. ഹല്ലേലൂയ. ഞാൻ 5 പേരുടെ ചരിത്രം കേട്ടു. നമുക്ക് ഹൃദയം തകർന്നു പോകുന്ന ജീവിതാനുഭവങ്ങളാണ്. ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവര്, പ്രത്യാശ നഷ്ടപ്പെട്ട ധാരാളം പേര് ഉണ്ട്. ജീവിതത്തിൽ മുൻപിലേക്ക് നോക്കിയാൽ വഴികളൊന്നുമില്ലാത്തവര്. നമുക്കറിയാം, മോശയുടെ ദൈവം ഇസ്രായേൽ ജനത്തെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു നയിക്കുകയാണ്. ആ ജനത്തെ ദൈവം നയിക്കുന്നത് മരുഭൂമിയിലൂടെ, കഷ്ടതകളിലൂടെ വീണ്ടും നയിക്കുന്നത്. 40 വർഷക്കാലത്തെ ദുരിതം, ചെങ്കടലൊക്കെ പിളർത്തി, അങ്ങനെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു.
ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മുൻപിലും പിൻപിലും കാവലായി അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും കൂടെ ഉണ്ടായിരുന്നു. ദൈവം കൂടെ ഉണ്ടായിരുന്നു. എങ്കിലും അവര് സഹനത്തിന്റെ വഴികളിലൂടെ, കണ്ണുനീരിന്റെ, വിശപ്പിന്റെ, കഷ്ടതയുടെ വഴികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. നമ്മൾ പുറപ്പാട് പുസ്തകത്തില് 15-ാം അധ്യായത്തില് വായിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ സംഭവമുണ്ട്. 15-ാം അധ്യായത്തില് അവര് ഒത്തിരിയേറെ ദുരിതങ്ങളിലൂടെ കടന്നുപോയി. ഷൂർ മരുഭൂമിയിലൂടെയൊക്കെ അവര് യാത്ര ചെയ്തു. 15-ാം അധ്യായത്തില് 22 മുതൽ 27 വരെയുള്ള വചനങ്ങള്. മോശ ഇസ്രായേൽ ജനത്തെ ചെങ്കടലിൽ നിന്ന് മുൻപോട്ട് നയിച്ചു. ചെങ്കടൽ പിളർത്തി ചെങ്കടലിൽ നിന്ന് ജനത്തെ മുൻപോട്ട് നയിച്ചു. അത് വലിയ ഒരു ദൈവപ്രവൃത്തിയാണ്. മോശ കരമുയർത്തി പ്രാർത്ഥിച്ചു. ഒരു കിഴക്കൻ കാറ്റ് വീശി ചെങ്കടൽ പിളർക്കപ്പെട്ടു. ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി പുതിയ ഒരു വഴിത്താര അവിടെ തുറക്കപ്പെടുകയാണ്. അവിടെ നിരാശയിലും ദുഃഖത്തിലുമായിരിക്കുന്നവർ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന മനസ്സിലാക്കുക. നിനക്ക് വേണ്ടി ഒരു പുതിയ വഴിത്താര തുറക്കുവാൻ കർത്താവ് തയ്യാറാണ്. അവന്റെ നാമത്തെ വിളിച്ചാൽ, കണ്ണുനീരോടെ വിളിച്ചാൽ പുതിയ വഴിത്താരകൾ, പുതിയ വഴികൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. ആരും സംശയിക്കണ്ട. ഒന്ന് കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഇനി പുതിയ വഴിത്താര തുറന്നു. ഉണങ്ങി വരണ്ട നിലത്തൂടെ ഇസ്രായേൽ ജനം അക്കരെ കടന്നു. തൊട്ടു പിന്നാലെ ഫറവോൻ സൈന്യം കടന്നു വരിക. അക്കരെ കടന്ന ജനം സുരക്ഷിതമായിട്ട് അക്കരെ എത്തി. എന്നിട്ടോ മോശ തിരിഞ്ഞു നിന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ചു. ഒറ്റ പ്രാർത്ഥന അവിടെ നടന്നിട്ടുണ്ട്. ചെങ്കടൽ മൂടി. രണ്ടു വശത്തും മതിലായിട്ട് നിന്ന ആ വെള്ളം ഒന്നിച്ചു ചേർന്നു. ചെങ്കടൽ മൂടി. ഫറവോയും സൈന്യവും കുതിരക്കാരനും വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ്. ചിലപ്പോൾ ദൈവം വഴികൾ അടയ്ക്കും, ചിലപ്പോൾ ദൈവം വഴികളെ ക്ലോസ് ചെയ്യും. എന്തിനാണെന്നറിയാവോ? അത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അവിടെ ദൈവം തുറന്നുകൊടുത്ത വഴി ദൈവം അടച്ചു. എന്തിനാ? ഈ ഫറവോയും സൈന്യവും അവരെ പിടിക്കരുത്. നമ്മുടെ മുൻപിൽ ചില വഴികൾ അടഞ്ഞുവെങ്കിൽ, ചില മാർഗങ്ങൾ അടഞ്ഞുവെങ്കിൽ ഓർത്തുകൊള്ളുക, പുതിയ വഴികൾ അവൻ തുറക്കാനായിട്ട് പോകുക. നിന്റെ മുൻപിൽ ഒരു വഴി ദൈവം അടച്ചുവെങ്കിൽ അതിന്റെ അപ്പുറം നിനക്കായിട്ട് വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും എന്ന് ഹൃദയത്തിൽ നിന്ന് വിശ്വസിച്ച് അടഞ്ഞ വഴികൾ നിനക്ക് അത്ഭുതത്തിന്റെ വഴികളായിട്ട് കർത്താവ് മാറ്റുവാൻ പോകുക. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് വായിക്കുന്നു, അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു. മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്തു. ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല. അവർ ഷൂർ മരുഭൂമിയിലൂടെ കടന്നു പോകുക. കടുത്ത വേനൽ ചൂടിൽ അവർ വിഷമിക്കുകയാ. കുടിക്കാൻ വെള്ളമില്ല. ഈ മരുഭൂമി യാത്രയിൽ ഏകദേശം 35 ലക്ഷം പേരുണ്ടെന്ന കണക്ക്. 6 ലക്ഷം യോദ്ധാക്കൾ, പിന്നെ ഭാര്യമാര്, പുരുഷന്മാര്, കുട്ടികള്, ഏകദേശം 35 ലക്ഷത്തോളം ജനങ്ങളെയാണ് ദൈവം മോശയുടെ നേതൃത്വത്തിൽ നയിച്ചുവെന്ന് ചരിത്രം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ഷൂർ മരുഭൂമിയിലൂടെ കടന്നു പോകുക. ദാഹിച്ചു വരേണ്ട ജനം തൊണ്ട വറ്റിപ്പോകുന്നു. ഒരു മാർഗങ്ങളുമില്ല, മുൻപിലും വെള്ളമില്ല. ജനം മോശക്കെതിരെ, ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന ഒരു അനുഭവമാണ്. നമ്മൾ മനസ്സിലാക്കണം, ദൈവം കൂടെയുണ്ട്. ദൈവം അവരുടെ കൂടെ നടക്കുന്നുണ്ട്, അവരെ നയിക്കുന്നുണ്ട്. കുടിക്കാൻ പോലും അവർക്ക് വെള്ളമില്ലാത്ത അവസ്ഥ. നമ്മുടെ ജീവിതത്തില് യേശു കൂടെയുണ്ട്. വചനം പറയുന്നു, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. നിന്റെ ഉള്ളിൽ സകല അധികാരങ്ങളും ഉള്ളവനായ യേശുവുണ്ട്. മത്തായി 28:18. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നിനക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എല്ലാ അധികാരങ്ങളും യേശുവിനുണ്ട്. ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കണം, സകല അധികാരങ്ങളും ഉള്ളവനായ യേശു, ഉയർത്തെഴുന്നേറ്റ കർത്താവ് എൻ്റെ ഉള്ളിൽ എൻ്റെ കൂടെയുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. സകല അധികാരങ്ങളും ഉള്ളവൻ, സകല അധികാരങ്ങളും ഉള്ളവൻ എൻ്റെ ഉള്ളിൽ എൻ്റെ കൂടെ വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഉണ്ട്. ആരും പേടിക്കണമെന്നേ. ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു. എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരുണ്ട്, സഹനമുണ്ട്, വേദനയുണ്ട്, കടബാധ്യതയുണ്ട്, ദുഃഖമുണ്ട്. അപ്പോഴും ദൈവം എൻ്റെ കൂടെ വസിക്കുന്നു. ഷൂർ മരുഭൂമിയിലൂടെ ജനം കടന്നു പോകുമ്പോൾ ദൈവം അവരുടെ കൂടെയുണ്ട്. അവർക്ക് ദാഹമുണ്ട്, വിശപ്പുണ്ട്, പ്രയാസമുണ്ട്, കണ്ണുനീരുണ്ട്, സങ്കടമുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോഴും സങ്കടങ്ങളും വേദനകളും വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന്. കഴിഞ്ഞ ആഴ്ചയിൽ എറണാകുളത്തെ ധ്യാനത്തിന് മുൻപ് കഴിഞ്ഞ ഞായറാഴ്ച വരെ തൃശ്ശൂർ കോടന്നൂർ ബൈബിൾ കൺവെൻഷൻ ആയിരുന്നു. നല്ലൊരു കൺവെൻഷൻ ആയിരുന്നു. വലിയ ഒരു ജനാവലി കൺവെൻഷൻ പങ്കെടുത്തു. ശനിയാഴ്ച ഞാൻ അനൗൺസ് ചെയ്തു, ഞായറാഴ്ച രാവിലെ ഒരു 11 മണി മുതൽ ഞാൻ പ്രാർത്ഥനയ്ക്കുണ്ടാവും. പള്ളിയോട് ചേർന്ന ഒരു സൈഡ് ഒരു ഹാളുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. ഒരു 300-ലധികം പേര് അന്ന് പകല് രോഗികളെ പ്രയാസപ്പെടുന്നത് പ്രാർത്ഥിക്കാൻ വന്നു. മുഴുവൻ രോഗികൾ. അപ്പം ഞാനിങ്ങനെ 3 ലൈനായിട്ട് പ്രേക്ഷിച്ചവരെ വരെ ഇരുത്തി. ഞാൻ ഒരു ലൈൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, 2ാം ലൈൻ പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കും ആളുകൾ വന്നു നിറഞ്ഞുകൊണ്ടിരിക്കുക. 3ാമത്തെ ലൈൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 3:45 ഒരു ചെറുപ്പക്കാരന്, ആ ചെറുപ്പക്കാരന് തൊട്ടു പുറകിൽ ഒരു അപ്പനും അമ്മയും നിൽപ്പുണ്ട്. ഞാൻ അവൻ്റെ അടുക്കലേക്ക് ഒന്ന് കൈ തലവെക്കാൻ തുടങ്ങുമ്പോൾ അവൻ എൻ്റെ കയ്യെ കയറി ചാടി അങ്ങ് പിടിച്ചു. എന്നിട്ട് അവൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ ഇങ്ങോട്ട് തല വെച്ച് അവനങ്ങ് ഏങ്ങലടിച്ച് കരയുക. ഞാനടുത്ത് എന്താ സംഭവം? ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് എന്ത് പറ്റി? അവനൊരു 26 വയസ്സ് കാണും. അവൻ കരയും, അവന് പറയാൻ പറ്റുന്നില്ല. അവൻ പറയാം, ബ്രദറെ 5 വർഷമായി ഞാൻ എപ്പിലെപ്സി ആയിട്ട് നിരന്തരമായിട്ട് വീണുകൊണ്ടിരിക്കുക. മരുന്ന് കഴിച്ചാലും ദിവസം 4-5 തവണ വീഴും. ഹല്ലേലൂയ. ഞാനൊരു ഡ്രൈവറാ. അവൻ പറയാ, ഞാനൊരു ഡ്രൈവറാ, എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ പോലും പേടിയാ, അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ ആവും. അവനിത് എങ്ങനെടിച്ചോണ്ട് ഇത് പറയുന്നത്. അപ്പോൾ അപ്പനും അമ്മയൊക്കെ പുറകിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു, ഈശോ നിന്നെ സൗഖ്യമാക്കും, ഈശോ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ഞാൻ അവൻ്റെ തലയിലോട്ട് കൈവച്ച് നെറ്റി ഒരു കുരിശ് ഒറ്റ പ്രാർത്ഥന, എപ്പിലെപ്സിയുടെ ദുരാത്മാവിനെ ബന്ധിച്ച ഒരു പ്രാർത്ഥന, ശരിക്കും ആത്മാവിൽ നിന്ന് പ്രാർത്ഥന. ഒറ്റ അലറിച്ച് കേട്ടു. ഇവൻ ഒറ്റ അലറി അങ്ങോട്ട് വീണ് കസേരയിലോട്ട്. അതൊക്കെ എല്ലാവരും കയറി പിടിച്ചു. അവൻ അലറുകയാണ്. കുറേ സമയം ബഹളം വെച്ചു. അങ്ങ് ശാന്തമായി. ശരിക്കും പ്രാർത്ഥിച്ചു. അപ്പം ഇങ്ങനെ കഴുത്തോടിഞ്ഞ പോലെ ഇങ്ങനെ കിടക്കുക. ഞാൻ അപ്പനോട് പറഞ്ഞു തല പിടിച്ചോളാൻ പറഞ്ഞു. 2 മിനിറ്റ് പിടിച്ചോളാൻ പറഞ്ഞു. ഞാൻ അടുത്ത കളിക്കൊണ്ടൊക്കെ പ്രാർത്ഥിച്ചു. കുറേ സമയം കിടന്നു കഴിഞ്ഞിട്ട് എഴുന്നിട്ട് ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് എന്താ ഫീൽ ചെയ്തേ? അവൻ പറയുകയാണ്, എന്നിൽ നിന്ന് എന്തോ വിട്ടുപോയി, എന്തോ എന്നെ വിട്ടുപോയി. അവനെ എപ്പിലെപ്സിയാൽ ബന്ധിച്ചിരുന്ന ആ സ്പിരിറ്റ്, എപ്പിലെപ്സിയുടെ ദുരാത്മാവ് ആ ചെറുപ്പക്കാരനെ വിട്ടുമാറി. സന്തോഷം അവന്. അന്ന് വൈകിട്ട് കുടുംബം അവരൊന്നിച്ച് കൺവെൻഷൻ വന്നു, ധ്യാനം കൂടി, ഭയങ്കര സന്തോഷം. അവനൊരു പ്രശ്നമില്ല. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളുമുള്ള ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിന്റെ ഉള്ളിലുണ്ട്. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തെ കീഴ്മേൽ മറിച്ചവന്. നിന്റെ ഉള്ളിലുള്ളവൻ മരണത്തെ തോൽപ്പിച്ചവനാ. നമ്മൾ വിളിക്കുന്ന യേശു സർവശക്തനാ. നിന്റെ കണ്ണുനീരിലും സഹനങ്ങളിലും വേദനകളിലും തകർച്ചകളിലും നിന്നെ കൈകളിൽ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.